അതായത് എല്ലാവർക്കും ഹലോ, ഞാൻ ഹൻസികയാണ്. ഓക്കെ, താങ്ക് യു. നിങ്ങൾ എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് കരുതുന്നു. അതെ, സുഖമാണ്. ഏകദേശം 3 ആഴ്ച. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഹൻസിക കൃഷ്ണൻ, കെ ഫാമിലിയിലെ ഹൻസിക കൃഷ്ണൻ ഒരു 2 ആഴ്ച മുമ്പ് തന്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സബ്സ്ക്രിപ്ഷൻ അല്ലെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വേണ്ടിയിട്ട് ഒരു ഒരു ഹോട്ട് ആയിട്ടുള്ള ഒരു സാധനം പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് തൻ്റെ മുലകൾ കുലുക്കിയും തൻ്റെ വയറ് കാണിച്ചും തൻ്റെ മൂട് കുലുക്കിയും ഒക്കെ വളരെ മ്ലേച്ഛമായ, സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ മൂക്കിൽ കൈവച്ച് പോകുന്ന രീതിയിലുള്ള ഒരു വീഡിയോ തൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ചെയ്തിരുന്നു. അതിനുശേഷം അത് ഭയങ്കര വിവാദമായി. കാരണം കെ ഫാമിലിയിലെ കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയിലെ ഈ ഒരു ഇളയ സന്തതി, ഒരു ഇളയ സന്ധ്യയെക്കുറിച്ച്, ഈ ഒരു ഹൻസിയെക്കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു പൊതുവെ. ഓക്കെ, ഈ ഒരു സാധനം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരും മൂക്കിൽ, സത്യം പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ മൂക്കിൽ കയറി. ഇതെന്താണ്, പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സ്വന്തം ശരീര പ്രദർശനം ചെയ്തു തുടങ്ങിയോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടു. ഓക്കെ, അതിനുശേഷം ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം 299 വരെ ആയിരുന്ന സാധനം 399 വരെ ആക്കി. അങ്ങനെ ഒരു സംഭവം ചെയ്തു. അപ്പോൾ എൻ്റെ ശരീര പ്രദർശനം കണ്ട് കയറി വന്നവർക്ക് ഇതുവഴി എന്തായാലും ഞാൻ കാണിച്ചു, കുറച്ച് പൈസ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അത് കൂട്ടിയതാണ് എന്നുള്ള രീതിയിൽ പലരും, കാരണം എല്ലാവരും സ്വാഭാവികമായിട്ടും അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. കാരണം 299 വരെ ആയിരുന്നു. ശരീരപ്രദർശനം കാണിച്ചു, മറ്റത് കാണിച്ചു, മറച്ചു, മൂട്, വയറ്, മറ്റതൊക്കെ ഭയങ്കര സത്യം പറഞ്ഞാൽ നാണം കെട്ട പരിപാടിയാണ്. അച്ഛനോ അമ്മയ്ക്കോ കുടുംബക്കാർക്കോ അല്ലെങ്കിൽ സഹോദരിമാർക്കോ പോലും തലയുയർത്തി പിടിച്ച് പറയാൻ പറ്റാത്തൊരു കാര്യമല്ല ഈ പറയുന്ന ഹൻസിക കൃഷ്ണ ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു സാധനം കാണിക്കുന്നു, തുണിയകത്ത് കാണിക്കുന്നു, പിന്നെ ഉടനെ 299 എന്ന് പറയുന്നത് 399 ആകുന്നു. അപ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായി മനസ്സിലാവും അതുവഴി കിട്ടട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ ആഴ്ചകൾക്ക് ശേഷം ഹൻസിക കൃഷ്ണൻ അതിനൊരു ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. തൻ്റെ ഇൻസ്റ്റാ പോസ്റ്റ് വഴിയാണ് ആ ഒരു വിശദീകരണം നൽകിയത്. അത് ഞാൻ ഇവിടെ വയ്ക്കാം. അത് ഒരു 3-4 പേജ് ഉണ്ട്. അതിൻ്റെ മലയാളം എന്താണ് അവർ പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് ഞാനിവിടെ വായിക്കാം. ഓക്കെ, അതായത് എല്ലാവർക്കും ഹലോ, ഞാൻ ഹൻസികയാണ്. ഓക്കെ, താങ്ക് യു. നിങ്ങൾ എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് കരുതുന്നു. അതെ, സുഖമാണ്. ഏകദേശം 3 ആഴ്ചകൾക്ക് മുമ്പ് എൻ്റെ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ ഫീച്ചറിലൂടെ പങ്കുവച്ച ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. അറിയാലോ, സംഭവം ഉണ്ടായി. തിരിഞ്ഞു നോക്കുമ്പോൾ അത് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അശ്രദ്ധയും മണ്ടത്തരവുമായ ഒരു തീരുമാനമായിരുന്നു എന്ന് ഞാൻ ആത്മാർത്ഥമായി ഖേദിക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്കെതിരെ കൈയടിക്കാൻ തോന്നുന്നുണ്ട്. കാരണം തൻ്റെ തെറ്റ് മനസ്സിലാക്കി ആത്മാർത്ഥമായി, കാരണം 10, 21, 22 വയസ്സായുള്ള പെൺകുട്ടി ഈ കണ്ട അപ്പോഴത്തെ ഒരു സംഭവത്തിൽ കാണിച്ചു, അതെന്തോ കാണിച്ചു, ആൾക്കാരറിഞ്ഞു, അത് എൻ്റെ തെറ്റാണെന്ന് അംഗീകരിക്കാനുള്ള മനസ്സുണ്ടായല്ലോ, അത് നമ്മൾ അംഗീകരിക്കണം എന്നുള്ളത്. താങ്കൾ കാണിക്കുന്നത് തെറ്റാണെന്നുള്ള രീതിയിൽ ഞാൻ ഉൾപ്പെടെ എല്ലാവരും വിമർശിച്ചു. ഇപ്പോൾ താങ്കൾ വന്നതിൻ്റെ ഖേദം പ്രകടിപ്പിക്കുമ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം, നമ്മളത് അപ്രിഷ്യേറ്റ് ചെയ്യണം. അങ്ങനെ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയെന്ന്, താങ്കൾക്ക് പറ്റിയത് തെറ്റാണെന്ന് താങ്കൾക്കൊരു തിരിച്ചറിവുണ്ടായി എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നുള്ളതാണ്. മണ്ടത്തെ ഖേദിക്കുന്നു. അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ ഞാൻ ഇവിടെ വന്നതല്ല, ന്യായീകരിക്കാൻ വേണ്ടി വന്നതല്ല എന്നാണ് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ 1 മാസമായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ വലിയ വേദനയും പശ്ചാത്താപവും ഭാരവും ചുവക്കുകയാണ്. ഒടുവിൽ ഇതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. ഈ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളും വന്നു. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി എന്നാണ് ഹൻസിക പറയുന്നത്. ഓക്കെ, ഒരുപക്ഷെ എന്നെക്കുറിച്ച് ആത്മാർത്ഥമായി കരുതുന്ന ആളുകൾ ഇത് എന്നിൽ നിന്ന് തന്നെ കേൾക്കുന്നത് ഒരു മാറ്റം വരുത്തിയേക്കാം. എൻ്റെ വായ കൊണ്ട് കേൾക്കുമ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മാറ്റം വരുത്തിയേക്കാം. കാരണം ഇവരെ ഇഷ്ടപ്പെടുന്നവരെ ഇവരെ വിമർശിച്ചു എന്നുള്ളതാണ്. ഞാൻ എന്തിനാണ് അത് പോസ്റ്റ് ചെയ്തത് എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ എന്തുകൊണ്ടാണ് ആ ഒരു വൃത്തികെട്ട പോസ്റ്റ്, ആ വൃത്തികെട്ട വീഡിയോ, അതായത് തൻ്റെ ഫ്രണ്ട് ഭാഗവും വയറും മറ്റതൊക്കെ കാണിച്ചുകൊണ്ട് വന്നു വളരെ അശ്ലീലമായ, വളരെ സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്ന് പലരും പറയുന്നുണ്ട്. എൻ്റെ മാത്രമല്ലേ നിങ്ങളെടുത്ത് ലീക്കാക്കുന്നുള്ളൂ, മറ്റുള്ളവരെ എന്തും ലീക്കാക്കുന്നില്ല എന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നവർക്ക് ഉള്ള മറുപടിയാണ്. ഇതുവരെ ലീക്കാക്കിയിട്ടുണ്ട്, ഇതുവരെ ചർച്ചാ വിഷയമായിട്ടുണ്ട്, നല്ല രീതിയിൽ വിമർശനം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ആരെന്നും പറയില്ല, അതവിടെ നിൽക്കട്ടെ. എനിക്കിപ്പോഴും അറിയില്ല അതൊരു തെറ്റായിരുന്നുള്ള
ഒരു ചിന്ത ഉണ്ടായല്ലോ, അതെനിക്ക് ചെയ്ത് ഇതിപ്പം നമ്മുടെ ആ സമയത്ത് എനിക്ക് തോന്നിയ ഒരു ശരി, അത് അക്സെപ്റ്റ് ചെയ്യുന്നല്ലോ, ഞാൻ ചെയ്ത് തെറ്റാണ്, എനിക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അത് ഞാൻ സമ്മതിക്കുന്നു, ഞാൻ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അതൊരു തെറ്റായിരുന്നു. ചിന്തിക്കാതെ ഒരു നിമിഷത്തെ പ്രേരണാശക്തിയാൽ എടുത്ത തീരുമാനമായിരുന്നു ആ പോസ്റ്റ്. ഓക്കെ, സമ്മതിക്കുന്നു. ഉടൻ തന്നെ എനിക്ക് അതിന് പശ്ചാത്തലം തോന്നി. ആ ഇട്ട് ഉടൻ തന്നെ എനിക്ക് പശ്ചാത്താപം തോന്നി. പോസ്റ്റ് പോസ്റ്റ് ചെയ്ത് 5 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് മനസ്സിലാക്കുകയും ഉടൻ തന്നെ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. നിർഭാഗ്യവശാൽ ആ ചെറിയ സമയത്തിനുള്ളിൽ സബ്സ്ക്രിപ്ഷന്റെ ഭാഗമാണ് ചിലർ അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയും പിന്നീട് അത് മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. ഈ പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ എടുത്ത് വരുന്നവർ നിങ്ങളുടെ ഹോട്ട് കണ്ടന്റ് കണ്ടു കഴിഞ്ഞാൽ അവരത് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കും. അവർക്ക് പിന്നെയും കാണണം, അവർക്ക് പിന്നെയും ഉത്തേജകം ഉണ്ടാകണം എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇതുപോലെ ഹോട്ട് കണ്ടന്റ് കൊടുക്കുമ്പോൾ അപ്പോൾ എനിക്ക് 5 മിനിറ്റ് ആയപ്പോൾ എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി, ഡിലീറ്റ് ചെയ്തു. പക്ഷേ അതിനു മുമ്പേ ഇത് വ്യാപകമായി പ്രചരിച്ചു എന്നാണ് അവർ പറയുന്നത്. പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയാണ് ഞാനിത് ചെയ്തതെന്ന് പലരും എന്നെ കുറ്റപ്പെടുത്തി. സ്വാഭാവികമല്ലേ, നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ചില ആളുകൾക്ക് അത് എങ്ങനെ അങ്ങനെ തോന്നിയതിൽ കാരണം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ല, അത്രയേ ഉള്ളൂ. എന്നാൽ അതിന് പിന്നിൽ അത്തരം ഉദ്ദേശങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നമ്മൾ വിശ്വസിക്കുന്നു. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിശ്വസിച്ചാലേ പറ്റത്തുള്ളൂ. ഓക്കെ, 20-ാം വയസ്സിൽ എന്നെ തന്നെ നോക്കാൻ ആവശ്യമായ പണം സമ്പാദിക്കാൻ ഭാഗ്യമുണ്ടായ ആളാണ് ഞാൻ. 20-ാം വയസ്സിൽ തന്നെ സ്വയം പര്യാപ്തത നേടിയ ഒരു ആളാണ് ഞാൻ എന്നുള്ളത്. വർഷങ്ങളായി നിങ്ങളും നിങ്ങളുടെ കുടുംബവും എനിക്കും എൻ്റെ കുടുംബത്തിന് നൽകിയ സ്നേഹവും പിന്തുണയും കാരണം പ്രശസ്തി എന്നത് ഞങ്ങൾ കൊതിക്കുന്നതോ ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുള്ളതോ ആയ ഒന്നല്ല. നിങ്ങളുടെ കുടുംബത്തിലും എന്ന് പറയേണ്ട, താങ്കളെ കുറച്ച് മതിപ്പുണ്ട്. കുടുംബത്തിൽ പലവരും കാണിക്കുന്ന വൃത്തികേടുകൾ, ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളെല്ലാം ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നുകൂടി താങ്കൾ അറിയുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്തെന്നാൽ എൻ്റെ സഹോദരി 1 വർഷത്തിലേറെയായി അധ്വാനിച്ച് ഞാനും അഭിനയിച്ച ഒരു മ്യൂസിക് വീഡിയോ ഈ സംഭവം നടന്നു വെറും 3 മാസത്തിന് ശേഷമാണ് റിലീസ് ചെയ്യാനിരുന്നത്. എൻ്റെ പ്രവൃത്തിയുടെ അനന്തരഫലങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നുവെങ്കിൽ അവളുടെ ജോലിയും ദോഷകരമായി ബാധിച്ചേക്കാവുന്ന ഒന്നിൽ നിന്ന് ഞാൻ ഒരിക്കലും മുതിരില്ലായിരുന്നു. ഇവരെന്തോ ഒരു മ്യൂസിക്, എവളുടെ സഹോദരിയുടെ അതിൻ്റെ റിലീസിന് തൊട്ട് മുമ്പ് ഭാഗ്യവശാൽ അത് മ്യൂസിക് വീഡിയോ ബാധിച്ചില്ല. ആ ഒരു മ്യൂസിക് വീഡിയോ ബാധിച്ചില്ല എന്നാണ് പറയുന്നത്. സോറി, ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഇതിന് പിന്നിൽ ആസൂത്രിതമായ ഏതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ ഇത് ആളുകളെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ മ്യൂസിക് വീഡിയോ പിന്നീട് ഹിറ്റാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്. ഇവരും സഹോദരിയുമായിട്ടൊരു മ്യൂസിക് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി അതിന് തൊട്ട് മുമ്പാണ് ഇങ്ങനെ ഒരു വീഡിയോ വന്നത്. അത് ഈ വീഡിയോ വഴി ആ ഒരു മ്യൂസിക് വീഡിയോ ഹിറ്റാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതല്ല എന്നാണ് താങ്കൾ ഉദ്ദേശിച്ചത്. അതൊരു അബദ്ധമായിരുന്നു. ആ ഒരു വീഡിയോ ഒരു അബദ്ധമായിരുന്നു. ഞാൻ ആഴത്തിൽ ഖേദിക്കുന്നു. ഇപ്പോഴും ഖേദിക്കുന്നു. ഒരു തെറ്റ് വളരെ എടുത്തെടുത്ത് പറയുന്നത് വളരെ തെറ്റാണ്. കാരണം എനിക്ക് തോന്നുന്നു ഫാമിലി ഉൾപ്പെടെ, കൃഷ്ണകുമാർ ഉൾപ്പെടെ, വളരെ ആരായാലും, സ്വന്തം ഏതച്ഛനായാലും സഹോദരിയായാലും മാന്യമായിട്ട് ജീവിക്കുന്ന ഇതൊക്കെ ചെയ്ത് മോശമല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു ഖേദപ്രകടനം. ഞാൻ ചെയ്തത് കൊണ്ട് ശരിക്കും നേരിട്ട് വിഷമം ഉണ്ടാക്കുന്ന 2 പേർക്കാണ്, എനിക്കും എൻ്റെ കുടുംബത്തിനും. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ വൈകാരികമായ ആഘാതവും അനന്തരഫലങ്ങളും നേരിടേണ്ടി വന്നത് ഞങ്ങൾ മാത്രമാണ്. സ്വാഭാവികമല്ലേ, നിങ്ങളല്ലേ ചെയ്തത്. ഞങ്ങളെ ബാധിച്ചതുപോലെ മറ്റാരെയും ഈ പ്രവർത്തികൾ നേരിട്ട് ബാധിച്ചിട്ടില്ല. നിങ്ങളെ ബാധിച്ചത് ഈ ഒരു സൈബർ ബുള്ളിങ് വേറെ ആരെയും ബാധിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. അതുകൊണ്ടാണ് ഓൺലൈനിൽ എനിക്ക് നേരിടേണ്ടി വന്ന അധിക്ഷേപങ്ങളും പീഡനങ്ങളും വെറുപ്പും അനുഭവിക്കാൻ വലിയ വേദന ഉണ്ടാക്കിയത്. ഒരു പൊതു വ്യക്തി എന്ന നിലയിൽ ആളുകൾ എൻ്റെ പ്രവർത്തികളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും വിമർശിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാകാം. ഞാനത് പൂർണ്ണമായി അംഗീകരിക്കുന്നല്ലോ, വളരെ നല്ല കാര്യം. എന്നിരുന്നാലും ചില സമയങ്ങളിൽ പ്രതികരണങ്ങൾ വിമർശനങ്ങളും അപ്പുറമായിരുന്നു. അത് ചിലവരുടെ വിമർശനം പരിധി വിടുന്നുണ്ട്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചിലവർ ഓരോരുത്തർ പ്രതികരിക്കുന്ന രീതി പല രീതിയിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ സാഹചര്യത്തെ മുഴുവൻ ഒരു പ്രൊജക്റ്റാക്കി മാറ്റി
തങ്ങളുടെ അക്കൗണ്ടുകളിൽ എൻഗേജ്മെന്റ് കൂട്ടാൻ വേണ്ടി മാത്രം ഇതിനെക്കുറിച്ച് നിരവധി വീഡിയോകൾ നിർമ്മിച്ച് വ്യക്തികളുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പരമാവധി ചൂഷണം ചെയ്യപ്പെട്ട ഒരു ഉള്ളടക്ക അവസരമായി മാറി. അങ്ങനെ നിങ്ങൾക്ക് പിന്നീട് അവരെ കുറ്റം പറയാൻ കഴിയില്ല. അങ്ങനെ വീഡിയോ ഇട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ചെയ്തപ്പോൾ നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തത് എന്ന് പറയുമ്പോൾ അവർ ചെയ്യും. അവരിത് പരമ്പരയായിട്ട് അവർക്ക് റീച്ച് കിട്ടും എന്നറിയുമ്പോൾ അവർ ചെയ്യും. അതിനൊന്നും അവരെ കുറ്റം പറയും. നിങ്ങളുടെ ആദ്യം ഇത് ഉണ്ടാക്കിയത് അവർ വീഡിയോ ചെയ്യാനുള്ള കാരണം നിങ്ങളുടെ വീഡിയോ ആണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ വീഡിയോകളിൽ പലതും എനിക്കെതിരെ മാത്രമല്ല എൻ്റെ കുടുംബത്തിനെതിരെയും വളരെ വേദനിപ്പിക്കുന്ന ഭാഷ പ്രയോഗിക്കുകയും വെറുപ്പ് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ സൈബർ ബുള്ളിങ്ങിൽ ഏർപ്പെടുന്നവരോടോ മറ്റാരുടെ വേദനയിൽ നിന്ന് സംതൃപ്തി കണ്ടെത്തുന്നവരുടെ എനിക്ക് ഒന്നും പറയാനില്ല. ഓക്കെ, എൻ്റെ തെറ്റ് മാറ്റി നിർത്തിയാൽ മനുഷ്യർക്ക് മറ്റാരോട് പ്രത്യേകിച്ച് അവരെ വ്യക്തിപരമായി ബാധിക്കാത്ത ഒരു കാര്യത്തിന് പേരിൽ ഇത്രയും എളുപ്പത്തിൽ ഇത്രയധികം വെറുപ്പുള്ളവരാകാൻ കഴിയുമെന്ന് ഈ ഒരു അനുഭവം എനിക്ക് ശരിക്കും മറ്റുള്ളവർക്ക് ഇത് ബാധിച്ചില്ല എന്ന് നിങ്ങൾ പറയരുത്. കാരണം താങ്കൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നു, താങ്കളുടെ KK ഫാമിലി എന്ന് പറയുന്ന റെപ്യൂട്ടഡ് ഫാമിലി, അവർ തന്നെ ഇങ്ങനെ വന്ന് തുണിഞ്ഞവത്തിട്ട് ഉണ്ടായിട്ട് പൈസ ഉണ്ടാക്കുന്നു എന്ന് മറ്റു പലരും അത് ചെയ്യത്തില്ലേ? മറ്റുള്ളവരെ ബാധിച്ചില്ല എന്ന് താങ്കൾക്ക് എങ്ങനെ പറയാൻ കഴിയും? അത് തികച്ചും തെറ്റാണ്. ഞാൻ ഇവിടെ സഹതാപം തേടുകയോ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയല്ല ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു മാസമായി എൻ്റെ ഹൃദയത്തിലും മനസ്സിലും ഉള്ളത് തുറന്നു പറയാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. സബ്സ്ക്രിപ്ഷൻ തുക 299 നിന്ന് 399 ഞാൻ എന്തിനാണ് വർദ്ധിപ്പിച്ചത് എന്നും പലരും ചോദ്യം ചെയ്തിരുന്നു. കാര്യങ്ങൾ കൈവിട്ട് പോയതിനു ശേഷം സബ്സ്ക്രിപ്ഷൻ പൂർണ്ണമായും നിർത്തലാക്കാനാണ് ഞാൻ ആദ്യം തോന്നിയത്. എന്നാൽ അതിന് കൂടുതൽ ഊഹാപോഹങ്ങൾ നെഗറ്റിവിറ്റിയും കാരണമാകുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് കൂടുതൽ ആളുകൾ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വില വർദ്ധിപ്പിച്ചത്. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഈ കേസിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച്, അല്ലെങ്കിൽ ദഹിക്കാൻ വേണ്ടി കുറച്ച് പാടുണ്ട്. 299 ഇരുന്ന സാധനം നിങ്ങൾ 399 മാറ്റി. അത് മാറ്റിയത് ഇനി ആരും സബ്സ്ക്രൈബ് ചെയ്യരുത് എന്ന് മന്ദബുദ്ധികളായിട്ട് പറഞ്ഞാൽ മതി. അങ്ങനെയാണ് ആരും സബ്സ്ക്രൈബ് ചെയ്യരുത് എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഒരു 1000, 2000, 3000 ആക്കിയിരുന്ന ആരും സബ്സ്ക്രൈബ് ചെയ്തിരുന്നല്ലോ. നിങ്ങളിവിടെ വെറും 100 രൂപയാണ് കൂട്ടിയത്. അതിനർത്ഥം അതുവഴി നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ അതിനുശേഷം നിങ്ങളുടെ ഫാമിലി, ഈ പറയുന്ന സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രേക്ഷകരുടെ പിന്നീട് ഈ പറഞ്ഞ എതിർപ്പ്, അതൊക്കെ കണ്ടുകൊണ്ട്, അതുകൊണ്ട് എല്ലാം കൂടി അങ്ങ് അടിച്ചേപ്പ്. എല്ലാവരും മണ്ടന്മാരല്ല. നിങ്ങൾ മാത്രമാണ് പിന്നെ വലിയ ബുദ്ധിമതി. ബാക്കി കേൾക്കുന്നവരെല്ലാം മണ്ടന്മാരെന്നുള്ള ചിന്ത ആദ്യം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മാറുമെന്നുള്ളതാണ്. ശരി, എന്നെ വിശ്വസിക്കാൻ ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. വളരെ നല്ലത്. എൻ്റെ ഭാഗത്ത് സത്യസന്ധമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മാത്രം. ഈ സംഭവത്തിന് ശേഷം സബ്സ്ക്രിപ്ഷനിലെ പെട്ടെന്നുള്ള വർധനവിൽ നിന്ന് ലഭിച്ച മുഴുവൻ തുകയും ഒരു സാമൂഹിക കാര്യത്തിനായി സംഭാവന ചെയ്തിട്ടുണ്ടെന്നും അതിൽ നിന്ന് ഒരു പൈസ പോലും ഞാൻ വ്യക്തിപരമായി എടുത്തിട്ടെന്നും പറയാനാണ്. അതായത് ഈ സബ്സ്ക്രിപ്ഷൻ വഴി കിട്ടിയ പൈസയൊക്കെ ആരെയൊക്കെ ചെയ്യുന്ന പറയുന്നത് എനിക്കറിഞ്ഞൂടാ, എന്നാൽ അവർ പറയുന്നു. നമുക്ക് വിശ്വസിച്ചേ പറ്റുള്ളൂ. തെളിവൊന്നും തന്നിട്ടില്ല. എൻ്റെ പ്രവർത്തികൾ കാരണം വിഷമമോ നിരാശയോ തോന്നിയ എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. ഞാൻ പലരെയും നിരാശപ്പെടുത്തി എന്ന് എനിക്കറിയാം. അത് എന്നെയും ആഴത്തിൽ വേദനിപ്പിക്കുന്നു. എന്നാൽ ഇത് തെറ്റായ ഒരു തീരുമാനത്തിൻ്റെ ഒരു നിമിഷത്തിൽ സംഭവിച്ചതാണെന്നും ആസൂത്രിതമായ ഉദ്ദേശമോ ചീത്ത ലക്ഷ്യമോ ഉണ്ടായിരുന്നില്ല എന്നും നിങ്ങൾ വിശ്വസിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ അനുഭവം എന്നെ കഠിനമല്ലെങ്കിലും വിലപ്പെട്ടതുമായ പാഠങ്ങൾ പഠിപ്പിച്ചു. വരും വർഷങ്ങളിൽ എന്നെ കൂടുതൽ വിവേകമുള്ളവളും മികച്ചതുമായ ഒരു വ്യക്തിയാക്കാൻ ഇത് സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ സംഭവം ചില ആളുകളിൽ എന്നെ കാണുന്ന രീതി മാറ്റിയേക്കാമെന്ന് എനിക്ക് മനസ്സിലാകുന്നു. എന്നാൽ നിങ്ങൾ എപ്പോഴും എന്നെക്കുറിച്ച് അറിഞ്ഞിരുന്ന വ്യക്തിയെ അത് മാറില്ലെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു. അതായത് ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു അങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴും അതേ വ്യക്തി തന്നെയാണ്. അതേ ധാരണയോടും ദയയോടും കൂടി എന്നെ ഓർക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സമയത്തിനൊപ്പം നിങ്ങൾ എന്നോട് ക്ഷമിക്കുകയും എനിക്ക്
മറ്റൊരു അവസരം നൽകുകയും ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് പ്രതീക്ഷിക്കാൻ കഴിയൂ. ഈ വിഷമഘട്ടത്തിൽ എന്നോടൊപ്പം നിന്ന എൻ്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും നിങ്ങളുടെ എല്ലാവരും സുഹൃത്തുക്കളും നിങ്ങളിൽ പലർക്കും ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. സ്നേഹത്തോടും പ്രതീക്ഷയോടും ഹൻസിക. ഓക്കെ, ഞാനിത് എന്തോ ആയിക്കോട്ടെ, കുറച്ച് കള്ളങ്ങളും കാര്യം എന്തോ ആയിക്കോട്ടെ, ഈ പറയുന്ന 299 നിന്ന് 399 ആക്കിയത് അവരാരും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു വലിയ കള്ളം മാത്രം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ തൻ്റെ തെറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞല്ലോ, തൻ്റെ തെറ്റ് മനസ്സിലാക്കി ഞാനത് ചെയ്ത് തെറ്റാണ് എന്ന് വന്ന് പറഞ്ഞല്ലോ. എനിക്ക് എത്രയും 10, 22, 23 വയസ്സിലെ കൊച്ച് എൻ്റെ ഒരു മൈൻഡ് വെച്ച് ഞാൻ പറയും വളരെ കുഞ്ഞാണ്. കാരണം അതൊന്നും അത് പറഞ്ഞ് മനസ്സിലാക്കാനോ അപ്പോഴത്തെ ഒരു ആവേശത്തോട് ചെയ്തതായിരിക്കാം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇനി അത് ഏറ്റു പറഞ്ഞത് കൊണ്ട് ഞാൻ ഏറ്റു പറയുകയാണ്, ഞാൻ തെറ്റ് എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് ചെയ്തു പോയി. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും എന്നെപ്പോലെ തന്നെ മറ്റുള്ള പ്രേക്ഷകരും താങ്കളെ ക്ഷമിക്കും. താങ്കളെ ആ ഒരു തെറ്റിൽ താങ്കൾക്ക് അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണ് എന്ന് ക്ഷമിക്കും എന്നുള്ളത് ഏറ്റു പറഞ്ഞ് മാപ്പ് പറയുന്നു എന്നുള്ളത് കൊണ്ട് ഇനിയും അത് ആവർത്തിക്കാതിരിക്കുമെന്നും നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മസ്റ്റേ കമന്റ് നമുക്ക് കാണാം. ജയ് ഹിന്ദ്.